വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യഘട്ടം തൊട്ട് തന്നെ അല്ലെങ്കിൽ ആദ്യകാലം തൊട്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഉമ്മയ്ക്കുണ്ട്. കലയിലും ഉമ്മ മുൻപോട്ട് വെച്ച കലയിലും അതേ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്തെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? ഇപ്പോഴും നമ്മൾക്ക് ഈ ശരിക്ക് ഇപ്പോഴും രാഷ്ട്രീയമുണ്ട്. നമുക്ക് നന്നായിട്ട് നമ്മളെ പരിപാലിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മനുഷ്യൻ നമുക്കുണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറയാൻ പാടില്ല അദ്ദേഹത്തിനെ. നമ്മളുടെ മുഖ്യമന്ത്രി എല്ലാം കൊണ്ടും നല്ല ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഓരോ മനുഷ്യനോടും എങ്ങനെ പെരുമാറണം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മഹാനായ ഒരു കലാകാരനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു ഭാഗ്യമാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇന്നലെ പോലും പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്, പടച്ച റബ്ബേ, ഞാൻ മരിക്കണ വരെ ഈ മുഖ്യമന്ത്രി ഇവിടെ തന്നെ ഉണ്ടായിട്ടെ, എങ്കിലേ നമ്മൾക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ. ഇപ്പം നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി സ്വരാജാണ്. അദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ടോ? അറിയോ? നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഒരുപാട് ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ അവൻ വലിയതായിട്ട് പ്രസംഗിക്കും. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കും. സത്യത്തിൽ പറഞ്ഞാൽ ഒരു പ്രസംഗത്തിൻ്റെ ഈ പറയാനൊക്കെ കഴിയുന്നുള്ളത് എനിക്ക് അവനാണ്, എൻ്റെ ഒരു കൂട്ടുകാരൻ. അത്രയ്ക്ക് ഞങ്ങൾ അടുപ്പത്തിലായിരുന്നു. ഞാൻ ഇന്നലെ ആസ്പത്രിയിലായിരുന്നു. ആ ആസ്പത്രിയിൽ നിന്ന് അവിടെ വന്നു കാണാൻ. അവിടെ കണ്ടതിന് ശേഷം വീണ്ടും അവനെ കാണണം എന്നുള്ള മോഹം കൊണ്ട് ഞാൻ വീണ്ടും വന്നു. അവിടെ ആസ്പത്രിയിൽ നിന്ന് പോന്നു. അങ്ങനെയുള്ള ഒരു നല്ല ഒരു ചക്കരാണത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ്. അദ്ദേഹത്തുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നോ? അല്ല, അവര് നമ്മൾ ജനിച്ചപ്പോഴേ കണ്ട കുട്ടികളല്ലേ. അവിടെ അദ്ദേഹത്തിൻ്റെ ബാപ്പ മരിച്ചപ്പോൾ ഞങ്ങളൊക്കെ പോയിരുന്നു. ഞങ്ങളെല്ലാവരും പോകും. ഇപ്പം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ കാരണം ഇവിടുത്തെ മുൻ MLA അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണ്. അൻവർ, അദ്ദേഹവുമായിട്ടൊരു സൗഹൃദം ഉണ്ടായിരുന്നു ആദ്യം. അദ്ദേഹത്തിനോട് ഇപ്പോഴും നമുക്ക് സ്നേഹം തന്നെയാണല്ലോ. നമ്മളെന്തിനാ അദ്ദേഹത്തിനോട് തെറ്റുന്നത്? ഇപ്പോഴും അദ്ദേഹത്തെ ഞാൻ നോമിനേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു കിടക്കുന്നു. അദ്ദേഹം മത്സരിക്കുന്നുണ്ട് ഇപ്രാവശ്യം. വോട്ട് തേടി ഇവിടേക്ക് എത്തുമായിരിക്കും, വീട്ടിലേക്ക്. എങ്ങനെ ഇവിടെ മറ്റൊരാളുണ്ടല്ലോ. ഇവിടുത്തെ വോട്ടല്ലേ ഇനി ഇപ്പോൾ എടുക്കാനുള്ളൂ. അതിനിപ്പോൾ നമുക്ക് ഇവിടെ ഒരു വള കിട്ടി അല്ലേ. അൻവറിന് വോട്ടില്ലെന്നാണോ പറയുന്നത്? അൻവറിന് വോട്ടില്ലെന്നാണോ പറയുന്നത്? അത് വോട്ടില്ലേ. നമ്മളുടെ മുഖ്യമന്ത്രിനെ സ്നേഹിക്കുന്ന ആള് ഇവിടുന്ന് നമുക്ക് പോകണം. അതാണ് സ്വരാജിനെ വിശ്വസിക്കുന്നത് ഞാൻ.